अनुप्रास अलंकार എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. जहाँ एक ही वर्ण की आवृत्ति एक से अधिक बार हो वहाँ अनुप्रास अलंकार होता है. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓക്കെ, जिसके लिए उपमा दी जाए हम उसे उपमेय कहते हैं. ഓക്കെ, ആരെയാണോ നമ്മൾ ഉപമിക്കുന്നത് അവരെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഉപമേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉപമാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപമാൻ എന്ന് പറഞ്ഞാൽ ഉപമ അലങ്കാരന്റെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന വരികളിലൊക്കെ നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ സ പ്രയോഗം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JLT ഹിന്ദിക്ക് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അലങ്കാരം. അപ്പൊ അലങ്കാരവുമായി ബേസ് ചെയ്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. മധുർ മധുർ മുസ്കാൻ മനോഹർ मनुज वेश का उजियारा ये किस अलंकार का उचित उदाहरण है? ഈ കൊടുത്തിരിക്കുന്ന വരികൾ ഏത് അലങ്കാരന് ഉദാഹരണമാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അനുപ്രാസ് അലങ്കാർ, ഉപമ അലങ്കാർ, ഉത്പ്രേക്ഷ അലങ്കാർ ആൻഡ് ലാസ്റ്റ് വൺ യമക് അലങ്കാർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? അനുപ്രാസ് അലങ്കാർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സെന്റൻസ്, ഈ പങ്ക്തി അനുപ്രാസ് അലങ്കാരന് ഉദാഹരണമായിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. അനുപ്രാസ് അലങ്കാർ എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. जहाँ एक ही वर्ण की आवृत्ति एक से अधिक बार हो वहाँ अनुप्रास अलंकार होता है. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരേ ഒരു വർണ്ണം അല്ലേ? एक ही वर्ण കൊടുത്തിരിക്കുന്ന एक ही वर्ण की आवर्ती एक से अधिक बार हो. ഓക്കെ, ഒരു വർണ്ണന്റെ ആവൃത്തി, ഒരു ലെറ്ററിന്റെ ആവൃത്തി ഒന്നിലധികം തവണ വരുവാണെങ്കിൽ നമുക്കത് ഏത് അലങ്കാരമായിട്ട് പറയാം? അനുപ്രാസ് അലങ്കാരന് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ ഈ വരികൾ നോക്കാം. മധുർ മധുർ മുസ്കാൻ മനോഹർ മനുജ വേശിക ഉജിയാര. ഇതിൽ മാ എന്ന വർണ്ണ അത് റിപ്പീറ്റ് ചെയ്തു ഒരുപാട് തവണ, ഒന്നിലധികം തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്കത് അനുപ്രാസ് അലങ്കാരന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഉപമ അലങ്കാർ അല്ലെ? ഫസ്റ്റ് വൺ ഉപമ അലങ്കാർ. എന്താണ് ഉപമ? ഉപമ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഉപമിക്കുക അല്ലെ? ഒന്ന് മറ്റൊന്നിനോട് ഉപമിക്കുക, അതാണ് ഉപമ അലങ്കാർ എന്ന് പറഞ്ഞ. ओके, നോക്കാം. जहाँ एक वस्तु या प्राणी की तुलना किसी दूसरी वस्तु या प्राणी से की जाए वहाँ उपमा अलंकार होता है. അതായത് ഒരു വസ്തുവിന്റെ തുലന നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉപമ അലങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സാഗരസ. ഓക്കെ, സാഗരസ ഗംഭീര ഹൃദയ ഹോ. സാഗറിനെ പോലെ, സമുദ്രത്തെ പോലെ അത്രയും വലിയ ഒരു ഹൃദയമാണ്. ഓക്കെ, സാഗർസ ഗംഭീർ ഹൃദയ ഹോ ഗിരീസ ഊഞ്ചാ ഹോ. ഗിരിയെ പോലെ പൊക്കമുള്ളത്. ഓക്കെ, ആ സാ എന്ന പ്രയോഗം അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ? അതെന്തിനാണ്? അതുപോലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപമ അലങ്കാരന്റെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന വരികളിലൊക്കെ നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ സ പ്രയോഗം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? ഓക്കെ, അവിടെ അതുപോലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രയോഗം അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപമ അലങ്കാരം എന്താന്ന് പഠിച്ചു. ഇനി അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? ഉത്പ്രേക്ഷ അലങ്കാരായിരുന്നു അല്ലെ? അപ്പൊ ഉത്പ്രേക്ഷ അലങ്കാരം നമുക്ക് എന്താന്ന് നോക്കാം. उपमान के ना होने पर उपमेय को ही उपमान मान लिया जाए वहाँ उत्प्रेक्षा अलंकार होता है. उपमान के ना होने पर उपमेय को ही ഉപമാൻ മാൻ ലിയ ജായേ. ഇവിടെ ഉപമാൻ ഉപമേ ഇതെന്താ നമ്മൾ ആദ്യം പഠിക്കണം അല്ലെ? എന്താണ് ഉപമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിസ്കെ ലിയേ ഉപമാ ദീ ജായേ. ओके, जिसके लिए उपमा दी जाए उसे हम उपमेय कहते हैं. ओके, जिसके लिए उपमा दी जाए हम उसे उपमेय कहते हैं. ओके, ആരെയാണോ നമ്മൾ ഉപമിക്കുന്നത് അവരെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഉപമേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉപമാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപമാൻ എന്ന് പറഞ്ഞാൽ ജിസസെ തുലനായ സമാനത ഹോ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരെ പോലെയാണ് എന്ന് പറയാണ്. ഒരു സമത തുല്യതയായിട്ട് നമ്മൾ എന്താണോ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്
അതാണ് ഉപമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ജിസ്സെ തുലന യാ സമാനത ഹോ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സീതാ കാ മുഖ്. ഓക്കെ, സീതാ കാ മുഖ് ചന്ദ്രമാ കി തര സുന്ദർ ഹോ, അല്ലെങ്കിൽ ചന്ദ്രമാസ സുന്ദർ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് സീത ആരാണ്? സീതയാണ് ഉപമേയ. ഓക്കെ, ഉപമേയ ആരാണ്? സീതയാണ്. ഓക്കെ, ഉപമേയ സീതയാണ്. ദെൻ ഉപമാൻ എന്തായിരിക്കും? ചന്ദ്രമയാണ്. ചന്ദ്രമയെ പോലെ സുന്ദരമാണ് സീതയുടെ മുഖം എന്നാ പറയുന്നത്. അപ്പൊ ചന്ദ്രമയാണ് എന്താ? ഉപമാൻ. ഓക്കെ, ഉപമയെ നമ്മൾ ആരെയാണോ വർണ്ണിക്കുന്നത് അതാണ് സീത അല്ലെ, സീതയാണ് വർണ്ണിക്കുന്നത്. സീതാ കാ മുഖ ചന്ദ്രമാസ സുന്ദർ ഹെ, അല്ലെങ്കിൽ ചന്ദ്രമാ കി തര സുന്ദർ ഹെ. അപ്പൊ സീതയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്, അതുകൊണ്ട് സീതയാണ് അവിടെ എന്താ? ഉപമാൻ. ആരെയാണ്? ജിസ്കെ ലിയെ ഉപമാ ദീ ജായ, ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉപമ നമ്മൾ പ്രയോഗിക്കുന്നത് അതാണ് ഉപമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഉപമാൻ എന്താണെന്ന് നോക്കുക. ചന്ദ്രമയാണ് ഇവിടെ ഉപമാന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. കാരണം എന്താ? സീതയെ ആരോടാണ്? സീതയുടെ മുഖത്തെ ആരോടാണ് ഉപമിക്കുന്നത്? ചന്ദ്രമയോടാണ് ഉപമിക്കുന്നത്. അപ്പൊ ഉപമാൻ എന്ന് പറയുന്നത് ചന്ദ്രമയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഉത്പ്രേക്ഷ അലങ്കാരന്റെ सोहद ओटे पीद पर श्याम सलाउने घात मनहु नीलमणि सैल पर आवत परियो प्रभात. उपमान के ना होने पर उपमेय को ही उपमान मान लिया जाए, वहां उत्प्रेक्ष अलंकार होता है. അടുത്ത ഓപ്ഷൻ ആയിരുന്നു യമഗ്. ഓക്കെ, യമഗ് എന്താണ് ഇവിടെ? യമഗ് നോക്കുക. जब शब्द की एक से ज्यादा बार आवृत्ति होती है एवं विभिन्न अर्थ निकलते हैं तो वहां यमक अलंकार होता है. എന്താണ് ഇവിടെ പറയുന്നത്? ജബ് ശബ്ദ, ഓക്കെ, ഒരു വേർഡ് ആണ്. നമ്മൾ നേരത്തെ അനുപ്രാസ് അലങ്കാരം നമ്മൾ കണ്ടതാണ് അല്ലെ. അനുപ്രാസ് അലങ്കാരില് ഒരു വർണ്ണന്റെ ആവൃത്തിയായിരുന്നു एक से अधिक होता है, लेकिन यहाँ यमक में क्या होता है? शब्द की आवृत्ति ज्यादा बार, एक से अधिक बार होता है. इसलिए यमक अलंकार एग्जाम्पल നോക്കുക. 3 बेर गाती थी वे 3 बेर गाती है. ഓക്കെ, ഇവിടെ ഒരു വേർഡ് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പ്രയോഗിക്കുമ്പോഴേക്കും എന്താണ്? വിഭിന്ന അർത്ഥ നിക്കൽത്തേഹേ, ഓരോ തവണ നമ്മൾ ആ വേർഡ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആ വേർഡിന്റെ അർത്ഥങ്ങൾ മാറുന്നുണ്ട്. അതാണ് യമക അലങ്കാരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശബ്ദത്തിന്റെ ആവൃത്തി, ഒരു വേർഡിന്റെ ആവൃത്തി ഉണ്ടാവും, പക്ഷെ ആ ആവൃത്തിയിൽ പല വേർഡിനും പല മീനിങ് ആയിരിക്കും. അതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. 3 बेर गाती थी वे 3 बेर गाती है. ഇവിടെ ബേർ എന്ന് പറയുന്നത് നോക്കുക. ഓക്കെ, 2 ബേർ ഉണ്ട് അല്ലേ. ഇവിടെ ബേർ എന്ന് പറയുന്ന സമയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഫല്ലാണ്. 3 समय भेर गाती थी और 3 मात्रा में गाती थी. ഓക്കെ, ഈ സെന്റൻസിന്റെ മീനിങ് വരുന്നത് എന്താണ്? 3 समय भेर गाती थी 3 मात्रा में. ഓക്കെ, അപ്പൊ ആ ബേർ എന്നുള്ള മീനിങ് അവിടെ വ്യത്യാസം വന്നു. ഓക്കെ, ദെൻ നമുക്ക് അലങ്കാരം എന്താന്ന് നോക്കാം. നമ്മളിപ്പോ അലങ്കാരനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നോക്കിയത്, ചർച്ച ചെയ്തത്. അപ്പൊ നമുക്ക് അലങ്കാരം എന്താന്നൊന്ന് നോക്കാം. काव्य अथवा भाषा की शोभा बढ़ाने वाले मनोरंजक ढंग को अलंकार कहते हैं. अर्थात जिन गुण धर्मों द्वारा काव्य की शोभा बढ़ाई जाती है उन्हें अलंकार कहा जाता है. എന്താണ് അലങ്കാരം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു കാവ്യ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഉപമിക്കുന്നത്, ഒരു ഭാഷയ്ക്ക് കുറച്ചുകൂടി ശോഭ ലഭിക്കുക, ഓക്കെ, കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലങ്കാരം എന്ന് വിളിക്കുന്നത്. अलंकार 3 प्रकार के होते हैं. अलंकार എത്ര ടൈപ്പ് ആണുള്ളത്? 3 ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? അർത്ഥാലങ്കാർ, ശബ്ദാലങ്കാർ, ഉഭയാലങ്കാർ. ഇതിന്റെ എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
शब्दालंकार എന്താണ് ശബ്ദാലങ്കാർ यहाँ अलंकार शब्द पर आश्रित हो अर्थात शब्द के बदल देने पर अलंकारत्व नष्ट हो जाता हो ഓക്കെ ഇവിടെ ശബ്ദാലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദാലങ്കാർ ശബ്ദമായിട്ട് റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ अर्थात शब्द के बदल देने में ഒരു ശബ്ദം മാറുമ്പോഴേക്കും अलंकारत्व नष्ट हो जाता है ഓക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ശബ്ദാലങ്കാറിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് അനുപ്രാസ് അലങ്കാർ അതുപോലെ യമക അലങ്കാർ ശ്ലേഷ അലങ്കാർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ശബ്ദാലങ്കാറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി അടുത്ത് നോക്കുക അർത്ഥാലങ്കാർ അർത്ഥാലങ്കാർ എന്താണ് ജഹാം अलंकार अर्थ पर आश्रित हो जब अलंकार अर्थ पर आश्रित हो उसे अर्थालंकार कहते हैं अर्थालंकार में शब्द बदल देने पर भी अलंकारों नष्ट नहीं होते हैं ओके ഇതിന്റെ എക്സാമ്പിൾ ആണ് അർത്ഥാലങ്കാറിന്റെ എക്സാമ്പിൾ ആണ് ഉപമ രൂപക ഉത്പ്രേക്ഷ ഉപമ രൂപക ഉത്പ്രേക്ഷ अलंकार अर्थालंकार के उदाहरण है देन അടുത്ത് നോക്കുക उभयालंकार എന്താണ് उभयालंकार जो अलंकार शब्द और अर्थ दोनों पर आश्रित रहकर दोनों को चमत्कृत करते हैं ഇവിടെ എന്താണ് ശബ്ദവും അർത്ഥവും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ उभयालंकारിൽ ഓക്കേ उसे उभयालंकार कहते हैं उभयालंकारിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന സൻസൃഷ്ടിയും സങ്കർ അലങ്കാരവുമാണ് ഓക്കേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അലങ്കാരനെ കുറിച്ചാണ് അല്ലേ JLT എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അലങ്കാരം അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ആ ടോപ്പിക് തന്നെ എടുത്തിട്ടുള്ളത് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ JLT ഹിന്ദിയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ ഓഗസ്റ്റ് മാസത്തിലാണ് JLT ഹിന്ദിയുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക പഠിക്കുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക് യു